ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു. ഇത് ടർബോ സിനിമയുടെ പ്രൊമോഷണൽ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിക്കുകയാണ്, ആളുകളെയൊക്കെ ഓരോ സ്ഥലത്ത് പോയി കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലാണ് ഇത് അവസാനിക്കുന്നത്. അതുപോലെ ഞങ്ങളിവിടെ ഇതിൻ്റെ ടീസറിൻ്റെ ലോഞ്ചിന് വന്നിരുന്നു. അന്ന് നിങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ചവകം തീരട്ടെ എന്ന് കരുതിയാണ് ലാസ്റ്റ് മൊമെൻ്റാണെങ്കിലും ഇതുപോലെ പ്രസിനൊന്ന് കാണുന്നത്. സിനിമ ഒരു വലിയ സംരംഭമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 110 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു. 185-90 നടീനടന്മാരുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരും എഴുത്തുകാരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലത്തെ പരിശ്രമമാണ്. സിനിമ ഏകദേശം 7 മാസമായി നമ്മൾ സിനിമ ആരംഭിച്ചിട്ടുള്ളത്. സിനിമ ഇപ്പോഴാണ് റിലീസാവാൻ വരുന്നത്. ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണിത്. ഇതുവരെ എടുത്തതിൽ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയും ലേശം ടെൻഷനും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ടല്ല ഏതൊരു സിനിമയും നമ്മൾ സിനിമ റിലീസായതിനു മുൻപ് നിർമ്മാതാവ് മരിച്ചൊരു ആക്ടർ എന്ന നിലയിലും ശരി ഇതിന് ലേശം സംഭ്രമം ഉണ്ടാവും നമുക്കെല്ലാവർക്കും. എനിക്കതുകൊണ്ടില്ല എന്ന് പറയില്ല, എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പ്രേക്ഷകന്റെ മുമ്പിലേക്കൊരു സിനിമ ഇറക്കുമ്പോൾ ഇത് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ പറ്റി വലിയ ആകാംക്ഷ ഉണ്ടാകും. പലപ്പോഴും പോസിറ്റീവ് ആകണമെന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ള ഒരു നെഞ്ചിരിപ്പ് കുറച്ച് നേരെ ഏതായാലും ഉണ്ടാകും. അത് ഇല്ലെന്ന് പറയുന്നത് സത്യമാവില്ല. ഏതായാലും ഇതുവരെയും ഒരു വലിയ റിലീസാണ് ഇതിൻ്റെ നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ചെയ്യുന്നത്. 23-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഈ സിനിമയുടെ ഒരു പ്രൊമോഷനാണെന്ന് വിചാരിച്ച് സിനിമയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അധികം നേരം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഏതായാലും സന്തോഷം. എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പറഞ്ഞ പോലെ പേടിച്ച് കുറച്ച് സംരംഭത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തതിൽ മമ്മൂട്ടി കമ്പനിയുടെ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. വലിയ സമത് ഒരു വലിയ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല റെസ്പോൺസാണ്, ട്രെയിലറിന് നല്ല റെസ്പോൺസാണ്. അപ്പം ഒരു വലിയ റിലീസിലേക്ക് ഞങ്ങളുടെ സിനിമ എത്തുമ്പം അതിൻ്റെ ഒരു ആകാംക്ഷ, സംരംഭം എല്ലാം ഉണ്ട്. പിന്നെ വൈശാഖേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നല്ല ടെക്നീഷ്യന്മാരും നമുക്ക് പറഞ്ഞ പോലെ 100 ആർട്ടിസ്റ്റുകളും 110 ദിവസത്തോളം ജോലി ചെയ്ത് പുറത്തിറക്കുന്ന ഒരു സിനിമ ഒരു എൻ്റർടൈനർ എടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്. പടത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ജോണർ എന്താണെന്നും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 23-ാം തീയതി സിനിമ എത്തുമ്പോൾ എല്ലാവരും കാണണം. നിങ്ങളുടെ പോസിറ്റീവായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.